അങ്ങനെ സീമന്തമൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങൾ ഗൗരിയെ ആലപ്പുഴയിൽ ആക്കാൻ പോകുകയാണ്. അപ്പോൾ അന്ന് തന്നെ ഒരു കല്യാണ റിസപ്ഷനും കൂടെ ഉണ്ട്. ഒരു ഗൗരിയുടെ വീട്ടിൻ്റെ ഒരു 1.5 കിലോമീറ്ററിന് ഇപ്പുറത്താണ് കേട്ടോ. അന്ന് ഞങ്ങൾ ഉത്സവത്തിന് പോയില്ലേ, അവിടെയാണ്, ആ ഓഡിറ്റോറിയത്തിലാണ് റിസപ്ഷൻ. അപ്പോൾ രണ്ടും കൂടെ നടക്കുമല്ലോ. എല്ലായിടത്തും പറഞ്ഞിട്ട് പോകും. അപ്പം ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുഞ്ഞാവേനെയും കൊണ്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഇവർ വരും, അപ്പം കാണാം. അപ്പോൾ എല്ലാവരും എനിക്കും കുഞ്ഞാവയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ബായ്. ഞങ്ങൾ രണ്ടുപേരൊന്ന് കരഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. പൂജാമുറിയുടെ മുമ്പിൽ അവളെൻ്റെ കാലിലൊക്കെ തൊട്ട് വീഴുന്നപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. അതൊന്നും നമ്മൾ ഇട്ടില്ല കേട്ടോ. അതൊക്കെ ഒരു നാണക്കേട് പോലെ, ചമ്മലല്ലേ. നമ്മൾ തന്നെ കരഞ്ഞ് നമ്മളെ വീഡിയോയിലിടുമ്പോൾ പിന്നെ ചിലതൊക്കെ ഇടും ഞാൻ. അങ്ങനെ ഞങ്ങൾ തിരുവല്ല എത്തി, നേരെ ആലപ്പുഴയ്ക്ക് പോകുകയാണ്. അപ്പോൾ തിരുവല്ലയിൽ ഡീസൽ അടിക്കാൻ വേണ്ടി അവൾ പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ വേണ്ട ഒരു ചേച്ചി ഒരു ഗ്ലാസ് ഒന്ന് താത്തേന്നും പറഞ്ഞ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയായിരുന്നു കേട്ടോ. എന്നും വീഡിയോ കാണും, ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചേ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ റിസപ്ഷൻ്റെ അവിടെയാണ് പോയത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗൗരിയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഗൗരിയുടെ അമ്മയും അവിടെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ അനിയത്തി എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാനാണ് പോകുന്നത്. വേണ്ട ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ് യൂട്യൂബറല്ലേ, ഞാൻ എന്നും വീഡിയോ കാണുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് സമ്മതിച്ചില്ലേ. പക്ഷെ ചുമ്മാ തന്നെ അവൻ പിന്നെ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തണ്ണിമത്തങ്ങയും മുന്തിരിങ്ങയും കൂടെ ഉള്ള ജ്യൂസ് എടുത്തപ്പോൾ നവനീത് പറഞ്ഞ് വേണ്ടമ്മ മുന്തിരിങ്ങ മാത്രമേ ഉള്ളത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് തിരിച്ച് വെച്ചിട്ട് മുന്തിരിങ്ങ മാത്രം എടുത്ത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. തേജും പാറും ഓടിയിടുന്ന് ഏതാണ്ടൊക്കെയോ ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. പൈനാപ്പിൾ ഉണ്ടായിരുന്നു, മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു, അങ്ങനെ എന്താണൊക്കെ ഐറ്റം ഉണ്ടായിരുന്നത്. ഞാൻ ഏതായാലും ആദ്യമേ കണ്ടത് മുന്തിരിങ്ങയാണ്. അതങ്ങോട്ട് കുടിച്ചു. ജ്യൂസ് കൂടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയപ്പം എല്ലാവരും ഓരോരുത്തർ ഓരോ ഫാമിലിയും ഓരോ കൂട്ടുകാരും എല്ലാവരുമായിട്ട് വന്ന് അവർക്ക് കൈ കൊടുക്കുകയും ഗിഫ്റ്റ് കൊടുക്കുകയും പിന്നെ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുകയൊക്കെ ആയിരുന്നു. ഞങ്ങളും എടുത്തു കേട്ടോ. 2 അമ്മമാരും അപ്പുറത്ത് നിന്നിട്ട് 2 മക്കളും മോളും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ കുറേ നേരം സംസാരിച്ച് ഭയങ്കര കൂട്ടാണ് അവരെല്ലാവരുമായിട്ട്. ചെക്കനെയും പെണ്ണിനെയും കണ്ടതിന് ശേഷം താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒത്തിരി പരിചയക്കാരാണ് കേട്ടോ. എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ഈ വാടാമുല്ല സാരി എടുത്ത് പൂവൊക്കെ വെച്ച് ഒരു സുന്ദരിയില്ലേ, അതാണ് ചെക്കൻ്റെ അമ്മ കേട്ടോ. ബാലി എന്നാണ് പേര്. യഥാർത്ഥ പേര് എനിക്കറിയത്തില്ല. ഞങ്ങളെല്ലാവരും ബാലി എന്നാണ് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ കുറേ കൊച്ചു കുട്ടികളും പിന്നെ തേജുവിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നേ. ഇനിയാണ് നമ്മുടെ മുഖ്യ പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. ഓടിപ്പോയി ആദ്യമേ എല്ലാം ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി എന്തൊക്കെയാണ് മെനു ഉണ്ടെന്ന് കേട്ടോ. മെനു എന്ന് വെച്ചാൽ ജഗദീഷ് കുമാറിൻ്റെ മെനു അല്ല, നമ്മുടെ ആഹാരത്തിൻ്റെ മെനു ആണ് കേട്ടോ. സാധാരണ എനിക്ക് ദോശ സാമ്പാറും എനിക്ക് അത്ര പോരാ. പക്ഷേ ഇത്രയും ഓടി നടന്ന് എന്തൊക്കെ ഐറ്റങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ദോശ സാമ്പാർ മതി. അങ്ങനെ ദോശ സാമ്പാർ ചമ്മന്തി വാങ്ങിച്ചു. രണ്ട് ദോശയും ഞാൻ വാങ്ങിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് കഴിക്കാനായിട്ട് പൊറോട്ട ഉണ്ടായിരുന്നു, കപ്പപ്പുഴുക്കുണ്ടായിരുന്നു, പിന്നെ പനീർ, അപ്പം, വെജിറ്റബിൾ കറി, അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പുറകെ നിൽക്കുന്ന കുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ്, പഴയ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു. എവിടെ പോയാലും പൊറോട്ട വിട്ടുള്ള ഒരു കളിയില്ല. എനിക്കല്ല കേട്ടോ. തേജു, പാറു, നവനീത്, ഗൗരി ഇവർക്ക് 4 പേർക്കും ഒരേപോലെ ഇഷ്ടമാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? അതിന്റെ അർത്ഥം എടുക്കണമെന്നാണ്. ഭയങ്കര റീച്ചല്ലേ. ഒരു യൂട്യൂബിലൂടെ കണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് ആ ഇമ്പാക്ട് മനസ്സിലായത്. ആദ്യമായി 2 വീതം എല്ലാവരും വാങ്ങിച്ചു. എന്നിട്ടും വിശപ്പ് അടങ്ങിയില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, വിശപ്പ് കൂടും. നമ്മുടെ വീട്ടിൽ അധ്വാനിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനും തോന്നത്തില്ല. അങ്ങനെ പിന്നെ ഓടി നടന്നു എല്ലാ ഐറ്റവും ഇച്ചിരി എടുത്തോട്ടോ. ഞാൻ പൊറോട്ട എടുത്തില്ല. ഞാൻ പിന്നെ പോയി കപ്പ വാങ്ങിച്ച്. കപ്പ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. സത്യം പറയല എല്ലാ ഫുഡും നല്ല ഒന്നിനൊന്നും മിച്ചമായിരുന്നു കേട്ടോ. സൂപ്പർ പരിപാടിയായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. ഇഷ്ടമുള്ളവർക്ക് പാട്ട് പാടുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ കുറേ കുട്ടികളുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോഴാണ് എന്നും കമൻ്റ് ഇടുന്ന ഒരു മോളുണ്ട്, എപ്പോൾ ആലപ്പുഴ വന്നാലും അക്കി എന്നെ കാണാം. അക്കി എന്നാണ്, അക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊങ്കിടി ഭാഷയാണ് ചേച്ചി എന്നാണ് അർത്ഥം. ആ മോളുടെ കുഞ്ഞ് 2.5 വയസ്സുള്ളതുകൊണ്ട് ഈ കുഞ്ഞ് രാത്രി 12:30 ഫോൺ കൊടുക്കത്തില്ല, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമായി, എന്താണെന്നറിയത്തില്ല. അക്കി എന്ന് വെച്ചാൽ ഭയങ്കരമാണ് ഇഷ്ടമാണ്. അത് കണ്ടാണ് ഉറങ്ങുന്നത്. ഒരു 12:30 കഴിഞ്ഞാണ് എനിക്ക് ഞങ്ങൾക്ക് ഫോൺ കിട്ടുന്നതൊക്കെ കമൻ്റ് ഇടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ കുഞ്ഞു വാവയൊക്കെ കുറേ നേരം സംസാരിച്ച് ടാറ്റയൊക്കെ പറഞ്ഞേ. ഇതാണ് എൻ്റെ അനിയത്തി, സുചിത്ര എന്നാണ് പേര്. വീട്ടിലുള്ള കല്യാണത്തിന് മുമ്പുള്ള പേര് പ്രേമയെന്നും കല്യാണത്തിന് ശേഷം ചെക്കൻ്റെ വീട്ടിൽ ഇട്ട പേരാണ് സുചിത്ര. സുചിത്ര എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ തന്നെയാണ് വീട്, ആലപ്പുഴ തന്നെയാണ് വീട്. ഇനി എനിക്കൊരു ചേച്ചിയുണ്ട്, കായംകുളത്താണ്. പിന്നെ ഒരു അണ്ണനുണ്ട്, അത് കൊല്ലത്താണ് കേട്ടോ. ചേച്ചിക്ക് 3 മക്കൾ, അനിയത്തിക്ക് അതായത് ഈ സുചിത്രയ്ക്ക് 2 മക്കൾ, പിന്നെ അണ്ണന് 2 മക്കൾ, എനിക്കും 2 മക്കൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗൗരിയുടെ വീട്ടിലോട്ട് പോകുകയാണ്. പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അനിയത്തിയുടെ മോള് ഇങ്ങോട്ട് വന്നത്. മോള് ബാങ്കിലാണ്, താമസിച്ചായി വരാൻ. ഗൗരിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറേ നേരം കരച്ചിലായിരുന്നു കേട്ടോ. വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ഫോട്ടോയൊന്നും ഇടുന്നില്ല. എനിക്കെന്തോ അതൊക്കെ ഇടുമ്പോൾ നമുക്കൊരു വിഷമം പോലെ. എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും, പിന്നെ തേജുമൊക്കെ അങ്ങ് ചിരിപ്പിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ അത് ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിപ്പിച്ച് ഞാൻ വണ്ടിക്കകത്തിരുന്ന് കുറേ നേരം ഒരു മൂഡ് ഔട്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. എല്ലാവരും പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇനി അടുത്ത ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ടാറ്റാ.